ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. ഇപ്പോൾ ഡേ 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റും അതിൻ്റെ വേരിയേഷനുമാണ്. ഇംഗ്ലീഷിൽ സബ്ജക്റ്റുകൾ ഐയും വിയും യുവും ദയും എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പ്രോണൗൺ ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഡേ 2 പഠിക്കാൻ പോകുന്നത്. ഡേ 1 നമ്മൾ മനസ്സിലാക്കിയത് സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഇംഗ്ലീഷിൽ നമ്മളൊരു സെൻറ്റൻസ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുക, രണ്ടാമത് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് എഴുതുക, മൂന്നാമത് ആക്ഷൻ വെർബ് എഴുതുക, നാലാമത് ഒബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം പറയുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. അതാണ് നമ്മൾ ഡേ 1 മനസ്സിലാക്കിയത്. അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായും ആ വീഡിയോ കാണുക. ഇപ്പോൾ ഡേ 1 ഞാൻ പറഞ്ഞിരുന്നു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അതിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അത് എന്താണെന്ന് നമ്മൾ ഡേ 2 മനസ്സിലാക്കുമെന്ന്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഐ എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വേരിയേഷൻസ്. അത് നമ്മൾ പ്രോണൗണായും ഒബ്ജക്റ്റായും അഡ്ജക്റ്റീവുമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ഉദാഹരണങ്ങളുടെ ചൂട് പിടിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ഞാനെന്നും എൻ്റെ എന്നും എനിക്ക് എന്നെ എന്നും എൻ്റേതെന്നും ഞാൻ സ്വയം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ പല സാഹചര്യങ്ങളും ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ ഞാനെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ സബ്ജക്റ്റ് പ്രോണൗൺ എന്നാണ് പറയുന്നത്. നമ്മൾ എൻ്റെ എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് മൈ എന്നാണ്. ഇതിനെ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ എനിക്ക് അല്ലെങ്കിൽ എന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട് മീ എന്നാണ് പറയുന്നത്. എൻ്റെ എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് മൈ എന്നാണ്. ഇതിന് നമ്മൾ പൊസസീവ് പ്രോണൗൺ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഞാൻ സ്വയം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മൈസെൽഫ് എന്നാണ്. ഇതിന് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ എന്നാണ് പറയുന്നത്. ഈ പറയുന്ന പ്രോണൗണും ഒബ്ജക്റ്റും അഡ്ജക്റ്റീവുമായിട്ടൊക്കെയാണ് പല സബ്ജക്റ്റുകളും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് കൂട്ടുകാർക്ക് ധാരണയൊന്നുമില്ല. ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് നമ്മൾ ഈ ഗ്രാമറൊക്കെ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷ് അറിയാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ചുകൂടി നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും എന്ന രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറുകൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അല്ലാതെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചതുകൊണ്ട് ആരും ഇംഗ്ലീഷ് സംസാരിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം. ഇപ്പൊ സബ്ജക്റ്റ് ആയിട്ട് ഐ എന്ന സബ്ജക്റ്റിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ വരുന്ന ഉദാഹരണം നോക്കാം. ഐ ലവ് ടു റീഡ് ബുക്സ്, അല്ലെ, ഞാൻ പുസ്തകങ്ങൾ വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സെന്റൻസിൽ ഐക്ക് ഞാൻ എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐ ലവ് ടു റീഡ് ബുക്സ്, ഞാൻ പുസ്തകങ്ങൾ വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഐ എന്ന സബ്ജക്റ്റിനെ അഡ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ വിശേഷണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചാൽ ദിസ് ഈസ് മൈ ബാഗ്, അല്ലേ, ഇത് എൻ്റെ ബാഗാണ് എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി അവിടെ നമ്മൾ ഐ എന്ന സബ്ജക്റ്റിന് എന്താണ് അഡ്ജക്റ്റീവായാണ് ഉപയോഗിച്ചത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഷീ ഗവ് മീ എ ഗിഫ്റ്റ്, അല്ലേ, അവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഐ എന്ന സബ്ജക്റ്റിനെ ഉപയോഗിച്ചത്. അവൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, അല്ലേ. അപ്പൊ ആർക്ക് അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ മീ എന്നുള്ള അർത്ഥം കിട്ടുന്നതുകൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം. ഡേ 1 നമ്മൾ മനസ്സിലാക്കിയതാണ്. ഷീ ഗവ് മീ എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന സബ്ജക്റ്റ് നമ്മൾ മീ ആയി ഉപയോഗിച്ചത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ദിസ് ബുക്ക് ഈസ് മൈൻ, അല്ലെ, ഈ ബുക്ക് എന്റേതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പൊസസീവ് പ്രോണൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പൊസസീവ് പ്രോണൗൺ ഉപയോഗിക്കുന്നത് നമ്മൾ ഉടമസ്ഥാവകാശം കാണിക്കുന്നതിന് വേണ്ടിയാണ്. റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറഞ്ഞ സംഭവമാണ് ഈ മൈസെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഐ ഹർട്ട് മൈസെൽഫ് വൈൽ പ്ലേയിങ്, അപ്പൊ ഞാൻ കളിക്കുന്ന സമയത്ത് ഞാൻ സ്വയം തന്നെ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ മൈസെൽഫ് എന്ന് ഉപയോഗിച്ചത്. ഞാൻ സ്വയം എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ റിഫ്ലെക്സീവ് പ്രോണൗൺ ആയിട്ടാണ് ഐ എന്ന സബ്ജക്റ്റിനെ ഉപയോഗിച്ചത്. അപ്പൊ ഇത്തരത്തിലാണ് ഐ എന്ന സബ്ജക്റ്റ് പല രൂപത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഐ ആയും മൈ ആയും മീ ആയും മൈനായും മൈസെൽഫ് ആയും വരുന്നുണ്ട്. ഇത് എന്താണെന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും സിമ്പിളായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. അതെന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം നല്ലൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അത് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. ഐ എന്ന സബ്ജക്റ്റിനെ നമ്മൾ മൈൻ എന്ന രീതിയിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു സെന്റൻസിന്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ മൈൻ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ബുക്ക് ഈസ് മൈൻ എന്ന് പറഞ്ഞ ഈ സെന്റൻസിൽ ഏറ്റവും അവസാനമാണ് നമ്മൾ മൈൻ എഴുതിയത്. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ദ റെഡ് കാർ ഈസ് മൈൻ, ആ ചുവന്ന കാർ എൻ്റേതാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും മൈൻ എന്നുള്ള യൂസേജ് അവിടെ ഏറ്റവും ലാസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഒരു സെന്റൻസിന്റെ അവസാനമാണ് നമ്മൾ മൈൻ എഴുതേണ്ടത്. ആ ഒരു കണ്ടീഷൻ എപ്പോഴും ഓർമ്മ വേണം. ഇനി നമുക്ക് വി എന്ന സബ്ജക്റ്റ് നോക്കാം. ഞങ്ങളെന്നും ഞങ്ങളുടെ എന്നും ഞങ്ങളെ എന്നും ഞങ്ങളുടേതെന്നും ഞങ്ങൾ സ്വയം എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ വി എന്ന സബ്ജക്റ്റ് ഉപയോഗിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിന്റെ അതിന്റെ രൂപം എന്ന് പറഞ്ഞാൽ
ഞങ്ങളെന്ന് പറഞ്ഞാൽ വി ആണ്, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അവർ ആണ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ അസ് ആണ്, ഞങ്ങളുടേത് എന്ന് പറഞ്ഞാൽ അവേഴ്സ് ആണ്, ഞങ്ങൾ സ്വയം എന്ന് പറഞ്ഞാൽ അവർ സെൽഫ്സ് ആണ്. അപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി നമ്മൾ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിച്ചത് ഈ സെന്റൻസിൽ വി എന്ന സബ്ജക്റ്റാണ്. ഇനി ഞങ്ങളുടെ എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ വി അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ദിസ് ഈസ് അവർ ഹൗസ് അല്ലേ, ഇത് ഞങ്ങളുടെ വീടാണ് എന്ന് പറയാൻ അവിടെ അവർ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ദ ടീച്ചർ കോൾഡ് അസ്, ഇവിടെ നമ്മൾ വി അസ് ആയിട്ടാണ് ഉപയോഗിച്ചത്, അതായത് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചത്. നമുക്കറിയാം ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ടീച്ചർ കോൾഡ് അസ്, ടീച്ചർ ആരെയാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങളെയാണ്. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് വി എന്ന സബ്ജക്റ്റിനെ അവിടെ ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ വി എന്ന സബ്ജക്റ്റിനെ അവേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് നമുക്കൊരു ഉടമസ്ഥാവകാശം, നമ്മളൊരു പൊസഷൻ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് അവേഴ്സ് എന്ന് പറയാറുണ്ട്. അവിടെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ദിസ് ഹൗസ് ഈസ് അവേഴ്സ്, ഈ വീട് ഞങ്ങളുടേതാകുന്നു. അപ്പം ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ നമ്മളുടേതാണെന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ വി എന്ന സബ്ജക്റ്റിനെ അവിടെ ഉപയോഗിച്ചത് അവേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ വി എന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ അവർ സെൽഫ്സ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ സ്വയം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞങ്ങൾ സ്വയം എന്ന അർത്ഥം കിട്ടുന്ന ഒരു സെന്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ തീർച്ചയായും നിങ്ങൾ ആ സെന്റൻസിൽ അവർ സെൽഫ്സ് ഉപയോഗിച്ചിരിക്കണം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി ഡിഡ് ദ പ്രോജക്റ്റ് ബൈ അവർ സെൽഫ്സ് അല്ലേ, ഞങ്ങൾ സ്വയം തന്നെ ആ പ്രോജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സെന്റൻസിൽ നമുക്ക് അവർ സെൽഫ്സ് എന്ന് ഉപയോഗിച്ചത് കൊണ്ട് അർത്ഥം കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ വി എന്ന സബ്ജക്റ്റിനെ ഇംഗ്ലീഷിൽ പല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ പ്രോണൗണായും ഒബ്ജക്റ്റായും അഡ്ജക്റ്റീവായും എടുത്തു പറഞ്ഞിട്ടില്ല, കാരണം ഫസ്റ്റ് നമ്മൾ ഐ എന്ന സബ്ജക്റ്റ് അത് മനസ്സിലാക്കിയതാണ്. ആ ഒരു രൂപം വെച്ച് നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് കൂടി പരിശോധിക്കാം. ഇവിടെ നമ്മൾ യു എന്ന സബ്ജക്റ്റ് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളെന്നും നിങ്ങളുടെ എന്നും, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളോടെന്നും, നിങ്ങളുടേത് എന്നും, നീ സ്വയം എന്നും, നിങ്ങൾ സ്വയം എന്നും കാണാം. ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് നിങ്ങളെന്ന് പറഞ്ഞാൽ യു ആണ്, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ യുവർ ആണ്, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളോടെന്ന് പറഞ്ഞാൽ യു ആണ് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ. നിങ്ങളുടേത് എന്ന് പറഞ്ഞാൽ യുവേഴ്സ് ആണ്, നീ സ്വയം എന്ന് പറഞ്ഞാൽ യുവർ സെൽഫ് ആണ്, നിങ്ങൾ സ്വയം എന്ന് പറഞ്ഞാൽ യുവർ സെൽഫ്സ് ആണ്. യുവർ സെൽഫ് എന്ന് വെച്ചാൽ നമ്മളവിടെ യുവിനെ ഒരാളായി കാണുന്ന സാഹചര്യങ്ങളാണ്. യു എന്ന സബ്ജക്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരായി കാണുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ യുവർ സെൽഫ്സ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാം. ഫസ്റ്റ് നമ്മൾ യു എന്ന സബ്ജക്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സെന്റൻസ് നോക്കുകയാണെങ്കിൽ യു ആർ വെരി കൈൻഡ് ഇല്ലേ, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്താണ് വളരെ ദയുള്ള ആളാണ്. അപ്പം നിങ്ങൾ എന്ന അർത്ഥം കിട്ടുന്നതിന് നമ്മൾ ആ സെന്റൻസിൽ യു ആണ് ഉപയോഗിച്ച സബ്ജക്റ്റ് ആയിട്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ യുവർ, ദിസ് ഈസ് യുവർ പെൻ, ഇത് നിങ്ങളുടെ പേനയാണ്. ഇത് നമ്മൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ യുവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ യു എന്ന സബ്ജക്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഈ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു, ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് യു എന്ന സബ്ജക്റ്റിനെ ഉപയോഗിച്ചത്. അവിടെ നമുക്ക് കിട്ടുന്ന അർത്ഥം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളോടാണ്. ഐ എന്ന സബ്ജക്റ്റ് സഹായിക്കുന്നു ആരെ എന്ന് ചോദിച്ചാൽ അവിടെ യു ആണ്, നമ്മൾക്ക് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മളവിടെ യു എന്ന സബ്ജക്റ്റിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഈ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതാണ്. അപ്പൊ യു എന്ന സബ്ജക്റ്റിനെ നമ്മൾ ഉടമസ്ഥാവകാശം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂസേജ് ആണ് യുവേഴ്സ് എന്നുള്ളത്. സെന്റൻസ് നോക്കുകയാണെങ്കിൽ ദിസ് പെൻ ഈസ് യുവേഴ്സ്, പേന താങ്കളുടേതാണ് അല്ലെങ്കിൽ നിങ്ങളുടേതാണ് എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ യുവർ സെൽഫും യുവർ സെൽഫ്സും നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറയുമ്പോൾ യുവർ സെൽഫ് ഒന്നും അല്ലെങ്കിൽ യുവർ സെൽഫ്സ് ഒന്നും അല്ല, യു സെൽഫ് എന്നും യു സെൽഫ്സ് എന്നുമാണ് പറയുന്നത്. അവിടെ ആർ എപ്പോഴും സൈലന്റ് ആണ്. നമ്മൾ പ്രൊണൗൺസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൂടുതലായി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. യു എന്ന സബ്ജക്ട് നമ്മൾ ഇംഗ്ലീഷിൽ യുവർ സെൽഫ് എന്ന രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അവിടെ നമ്മൾ യുവിനെ ഒരാളായി ട്രീറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അവിടെ നമ്മൾ യുവർ സെൽഫ് എന്ന് പറയേണ്ടത്. നിങ്ങൾ സ്വയം സൂക്ഷിക്കണമെന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അവിടെ ഒന്നിൽ കൂടുതലാണെങ്കിൽ നമുക്കറിയാം യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം. യുവർ സെൽഫ് എന്ന് വെച്ചാൽ അവിടെ ഒരാളടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന അർത്ഥത്തിലും, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ യുവർ സെൽഫ്സും ആണ് ഉപയോഗിക്കേണ്ടത്. യുവർ സെൽഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു ആൾ ഷുഡ് എൻജോയ് യുവർ സെൽഫ്, നിങ്ങൾ സ്വയം ആസ്വദിക്കണം എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ യു എന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ പല സാഹചര്യങ്ങൾ പ്രോണൗണായും അഡ്ജക്റ്റീവായും ഒബ്ജക്റ്റ് ആയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ടാസ്ക് ആണിത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ടാസ്ക് നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം, അതല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കുകയും ചെയ്യാം.
ടാസ്ക് നോക്കുകയാണെങ്കിൽ റീഡ് ദ സെന്റൻസ് അലൗഡ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് പ്രോണൗൺ. അല്ലേ, ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള പ്രോണൗൺ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ചാൽ വി എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോണൗൺസ് ആണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ പറഞ്ഞു നോക്കി അത് ശരിയാക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ എന്താണ് അതിന്റെ ആൻസർ കീയുമായി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വീഡിയോസും മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.